നർമ്മത്തിന്റെ തമ്പുരാൻ ജഗതി ഒരു വർഷത്തിനകം വെല്ലൂരിൽ നിന്ന് വെള്ളിത്തിരയിലേക്ക്. പത്തു മാസമായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും മാറി നിന്നിട്ടും മലയാളിയുടെ മനസ്സിലും സ്വീകരണ മുറിയിലും ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു നടൻ നമുക്കുണ്ട്. നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ജഗതി ശ്രീകുമാർ. കഴിഞ്ഞ മാർച്ച് 10-നുണ്ടായ അപകടത്തെ തുടർന്ന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ജഗതി ശ്രീകുമാർ അടുത്ത വർഷത്തോടെ സിനിമയിൽ തിരിച്ചെത്തുമെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന. കോഴിക്കോട്ടെ ചികിത്സയ്ക്ക് ശേഷം ജഗതി ശ്രീകുമാറിനെ വെല്ലൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് 10 മാസം കഴിയുന്നു. അദ്ദേഹം ഇപ്പോഴുള്ള വെല്ലൂരിലെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഞങ്ങളെത്തുമ്പോൾ ഉഷാറായി ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള തിരക്കിലാണ് ജഗതി ശ്രീകുമാർ. അല്പം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും അപകടത്തിനു മുമ്പുള്ള പഴയ ആർജവത്തോടെയുള്ള മുഖഭാവം, ആരുടെയും മനസ്സിലേക്ക് കയറുന്ന ആ ഒരു നോട്ടം. റൂമിൽ നിന്നും വീൽ ചെയറിലാണ് ദിവസവും ജഗതിയെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നും രാവിലെയും ഉച്ചയ്ക്കും മുടക്കം കൂടാതെ മടി പറയാതെ ജഗതി പൂർണ്ണമായും ഫിസിയോതെറാപ്പിയോട് സഹകരിക്കുന്നുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. പത്തു മാസത്തെ ചികിത്സയിലുള്ള പുരോഗതിയെക്കുറിച്ച് ചോദിച്ചാൽ വീണ്ടും വെള്ളിത്തിരയെ വിസ്മയിപ്പിക്കാൻ ജഗതി വൈകാതെ എത്തുമെന്നാണ് ഡോക്ടർമാർ നൽകുന്ന പ്രതികരണം. ആ നിമിഷങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. വെല്ലൂരിൽ നിന്നും ക്യാമറാമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്. ഈ ശുഭവാർത്തയോട് പ്രതികരിക്കാൻ സിനിമാ താരങ്ങളായ മമ്മൂട്ടി, സുകുമാരി, സംവിധായകൻ സത്യൻ അന്തിക്കാട് എന്നിവർ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ്. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചെന്ന് ജഗതി ശ്രീകുമാറിനെ കാണാൻ സാധിച്ച മാതൃഭൂമി ന്യൂസ് സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ബിജു പങ്കജ് കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ശ്രീ മമ്മൂട്ടി, ഈ വാർത്ത കേട്ട് സന്തോഷം തോന്നിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. താങ്കൾ ആശുപത്രിയിൽ ചെന്ന് ജഗതി ശ്രീകുമാറിനെ നേരിട്ട് കണ്ടപ്പോഴത്തേതിനേക്കാൾ ആരോഗ്യവാനല്ലേ അദ്ദേഹം ഇപ്പോൾ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വരട്ടെ എന്നാണ് മലയാള സിനിമാ പ്രേക്ഷകരെയും കേരളീയരെയും പോലും ഞാനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരസ്പരം സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ആരാധകരുടെയും കൂട്ടത്തിൽ ഞാനും ചേരുകയാണ് അദ്ദേഹത്തിന്റെ സുഖപ്രാപ്തിക്ക് വേണ്ടി. തീർച്ചയായിട്ടും ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ കരുത്തോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു കൈപിടിച്ച് നടക്കാം, ശബ്ദമുണ്ടാക്കാൻ സാധിക്കും, കൈയും കാലും ഒക്കെ ഒരുവിധം അനക്കാൻ സാധിക്കുന്നു. ഏകദേശം ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. തീർച്ചയായിട്ടും മാസത്തിൽ വളരെയേറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകൾ പൂവണിയുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നതും സംസാരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതും പാട്ടുകൾ തൊട്ട് ചുണ്ടി ചലിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ മകൻ എന്നെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്, എല്ലാ പുരോഗതിയും എന്നെ അറിയിക്കാറുണ്ട്. തീർച്ചയായും ജഗതിയുടെ തിരിച്ചുവരവിനെ കാത്ത് എല്ലാവരും ആകാംക്ഷയോടും സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഞാനുണ്ട്. ശ്രീ മമ്മൂട്ടി, താങ്കളെ കണ്ടപ്പോൾ അദ്ദേഹം താങ്കളെ തിരിച്ചറിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നില്ലേ? അല്ല, തിരിച്ചറിഞ്ഞു. അതിനെ വിശ്വസിക്കാനൊന്നും ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് വായിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. മമ്മൂട്ടി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമല്ലേ എന്ന് സംസാരിക്കാനുള്ള ശബ്ദമോ ലിപ് മൂവ്മെന്റോ ഒന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വളരെ എളുപ്പം വായിച്ചെടുക്കാൻ സാധിച്ചു. അത് മാത്രമല്ല, വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം, എന്റെ കൈ പിടിച്ച് കുറേ നേരം ഇരുന്നു, കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു. അങ്ങനെ ചോദിക്കുന്നത് പോലെ തോന്നുകയും ഞാനതിന് മറുപടി പറയുകയും അദ്ദേഹം അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത്? എത്ര മാസത്തിനകം ആശുപത്രി വിടാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ പറയുന്നുണ്ടോ? അവർക്ക് പരിപൂർണ വിശ്വാസത്തിലാണ്. ചെറിയ വളരെ ഗണ്യമാക്കാത്ത തരത്തിലുള്ള ചെറിയ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് പരിപൂർണമായ ആരോഗ്യത്തോടെ പൂർണ്ണമായ ജഗതികുമാർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ, അവരുടെ വിശ്വാസം. ആരോഗ്യ പുരോഗതിയിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ദൃശ്യത്തിലും അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ അത്ര വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ തന്നെയല്ലേ താങ്കൾക്കും തോന്നുന്നത്? അതെ, ആരോഗ്യത്തിൽ അദ്ദേഹത്തിന് സാധാരണ ഭക്ഷണം, ഞാൻ വന്നപ്പോൾ സ്പൂൺ കൊണ്ട് ഭക്ഷണം കഴിക്കായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നുണ്ട്. കഴിക്കാനോ അതിന്റെ രുചിക്കുറവോ അങ്ങനെ എന്തെങ്കിലും വിരക്തിയോ ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. പിന്നെ ഈ സംസാരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗതി ഉണ്ടായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിപ്പോ ദൃശ്യം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല.
എന്തായാലും ശ്രീ മമ്മൂട്ടി ആരോഗ്യത്തോടു കൂടി തന്നെ സിനിമയിൽ വീണ്ടും അഭിനയിക്കുവാനുള്ള ആരോഗ്യത്തോടു കൂടി തന്നെ അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നടി സുകുമാരിയും ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി സുകുമാരി, താങ്കൾ കണ്ടിരുന്നോ ജഗതി ശ്രീകുമാറിനെ ആശുപത്രിയിൽ പോയി? ഞാൻ കണ്ടിരുന്നു. ഒരു പ്രാവശ്യം അല്ല, 4-5 പ്രാവശ്യം ഞാൻ ജഗതിയെ പോയി കണ്ടിരുന്നു. ഞങ്ങൾ അമ്പിളി എന്നാണ് വിളിക്കുന്നത്. ഈ ജഗതി എന്ന് പറയുമ്പോഴും എനിക്കും ഒരു അകൽച്ച തോന്നും. അമ്പിളിയെ അത്രമാത്രം നമുക്കറിയാം. അമ്പിളിയെ ആദ്യം സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു അമ്പിളിയെ തൊട്ട് എനിക്കിത് ഇപ്പൊ വരെ എനിക്കറിയാം. സത്യത്തിൽ അമ്പിളിക്ക് ഞങ്ങളെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു. അതെല്ലാം നമുക്ക് ഫീൽ ചെയ്യാം. ആദ്യം കാണുമ്പോഴത്തേക്ക് കുറച്ചൊരു വിഷമം ഉണ്ടായിരുന്നു. കാണാനും അദ്ദേഹത്തിന് മനസ്സിലാക്കാനും ഓരോരുത്തർ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോഴത്തേക്ക് നല്ലവണ്ണം അദ്ദേഹത്തിന് ഞങ്ങളെ അറിയാൻ പറ്റി. സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റിയില്ല. ബട്ട് കയ്യെ പിടിച്ചു വെച്ചിട്ട് അവന്റെ എന്തെല്ലാം പറയണം എന്ന് അവന് മനസ്സിൽ തോന്നുന്നു എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര ഒരു റിലീഫായിരുന്നു. അതെല്ലാം കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അത് മാത്രമല്ല, അമ്പിളി തിരിച്ച് വേഗം അഭിനയിക്കാൻ വരും. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് അഭിനയിക്കും. അത് കാണാനുള്ള ഒരു സന്തോഷം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, ദൈവം എല്ലാ അനുഗ്രഹവും അതിനുവേണ്ടി അമ്പിളിക്ക് കൊടുക്കട്ടെ എന്ന് എല്ലാവരും, കൂടെ അഭിനയിച്ചുകൊണ്ടിരുന്നവരും വർക്ക് ചെയ്തവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും. ശ്രീമതി സുകുമാരി, ഇപ്പോൾ മാതൃഭൂമി ന്യൂസിൽ ജഗതി ശ്രീകുമാറിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ശ്രീമതി സുകുമാരി അത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഷൂട്ടിങ്ങിലാണ്, അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ സംവിധാനം ഇല്ല കാണാനായിട്ട്. പക്ഷെ അത് കണ്ടില്ലെങ്കിലും ജഗതി എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ 4-5 പ്രാവശ്യം കണ്ടതുകൊണ്ട് അറിയാം. അദ്ദേഹത്തിനൊന്നുമില്ല, കണ്ണാടി വെച്ചാൽ പഴയ ജഗതി തന്നെയാണ്. കുറച്ച് വണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വ്യത്യാസമില്ല. അത്ര നന്നായിരിക്കുന്നു. ഇത്ര നന്നായിട്ട് അതിന്റെ മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്നു. പിന്നെ എല്ലാവരും ഉണ്ട്. ജഗതിക്ക് വേണ്ട ആൾക്കാരെല്ലാം അവിടെ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷമങ്ങളും ഒന്നും വരില്ലെന്ന് തോന്നുന്നു. പക്ഷെ എത്രയും വേഗം അദ്ദേഹം കേരളത്തിൽ വന്നാൽ എന്നുവെച്ചാൽ ഒരുപാട് പേര് അദ്ദേഹത്തിനെ കാണാനായിട്ട് കാത്തിരിക്കുക. ചിലപ്പം അവരെയൊക്കെ കാണുമ്പം പെട്ടെന്ന് സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ദൈവം അതിനുള്ള അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ വരണം. കേരളത്തിൽ വന്നാൽ അമ്പിളിയേട്ടാന്ന് വിളിച്ച് അത് കേട്ടാൽ തന്നെ പെട്ടെന്ന് അമ്പിളി സംസാരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ശ്രീമതി സുകുമാരി, താങ്കൾ ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പറയട്ടെ. സന്തോഷകരമായ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അദ്ദേഹം വളരെ ആരോഗ്യവാനായി തന്നെ ആശുപത്രിയിൽ കഴിയുന്ന ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെളിയിൽ ഔട്ട്ഡോറിലാണ്. പക്ഷെ മദ്രാസിൽ ചെന്നാൽ ഞാൻ പോയി ജഗതിയെ കാണാറുണ്ട്. അവരുടെ മക്കളോടത്തെല്ലാം സംസാരിക്കാറുണ്ട്. എല്ലാം ഉണ്ട്. അദ്ദേഹം എന്തായിരുന്നാലും പെട്ടെന്ന് തിരിച്ചു വരും. അതിൽ യാതൊരു സംശയമില്ല. എന്തെന്ന് വെച്ചാൽ അത്രമാത്രം ആൾക്കാരുടെ പ്രാർത്ഥന ഉണ്ട്. സംവിധായകൻ സത്യൻ അന്തിക്കാട്. ശ്രീ സത്യൻ അന്തിക്കാട്, ജഗതി ശ്രീകുമാറിനെ വെല്ലൂരിൽ പോയി കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി? ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നത് പഴയ ജഗതിയാണ്. നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുകയും പിന്നീട് സംസാരിച്ചു തുടങ്ങുമ്പോൾ പുള്ളി റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടപ്പോ വളരെ പരിചയമുള്ള ആളെ പോലെ എന്നോട് ചിരിച്ചു. എനിക്ക് തിരിച്ചു പോരുന്ന സമയത്ത് ഒരു ഷെയ്ക്കിന്റെ തരം ഇടത്തെ കൈ കൊണ്ട് തോന്നുന്നു. ഒരു വളരെ പ്രസന്നമായിട്ടുള്ള ഒരു ഭാവത്തിലാണ്. അപ്പൊ എനിക്ക് അന്ന് തോന്നിയത് വളരെ പെട്ടെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പഴയതുപോലെ തിരിച്ചെത്തുന്നായിരുന്നു. പക്ഷെ എങ്കിലും എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുത്താലും ഇപ്പോ ഈ വിഷ്വൽസ് കാണിക്കുന്നു, ഞാനത് കാണുന്നില്ല, എങ്കിലും വിഷ്വൽസ് കാണിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണെന്നാണല്ലോ. അപ്പോ എനിക്ക് തോന്നുന്നത് ജഗതി അധികം വൈകാതെ തിരിച്ചു തന്നെയാണ്. പ്രത്യേകിച്ചും ജഗതി സിനിമയിൽ നിന്ന് മാറി നിന്ന ഈ അവസരത്തിലാണ് നമ്മൾ ജഗതിയെ കൂടുതൽ വ്യാകുലപ്പെട്ടതും കൂടുതൽ ആലോചിച്ചതും ജഗതി എത്രത്തോളം സംഭാവനകൾ മലയാള സിനിമയ്ക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചതും ജഗതി മാറി എന്നപ്പോഴാണ്. അപ്പം ഇപ്പോ ആ ഒരു ശൂന്യത നമുക്ക് നമ്മൾ വല്ലാതെ ബാധിക്കുന്നത്. ജഗതിയുടെ ഒരു ക്ലോസപ്പ് കാണും, ജഗതിയുടെ ഹ്യൂമറിന്റെ വിവിധ ഭാവങ്ങൾ കാണുമ്പോൾ അയ്യോ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം മലയാള സിനിമയില്ലല്ലോ എന്നുള്ളത് നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതില് ഒരു വ്യത്യാസമില്ലാതെ, ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് ജഗതി ശ്രീകുമാർ തിരിച്ചു പറയാൻ.
സത്യൻ അന്തിക്കാട് അദ്ദേഹം സ്ഥിരമായി അദ്ദേഹത്തിൻ്റെ റൂമിൽ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലെ റൂമിൽ സിനിമകൾ കാണുന്നുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട്. അത് തന്നെ അദ്ദേഹത്തിന് ഒരു പ്രചോദനമാകില്ലേ? തീർച്ചയായിട്ടും സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരുന്ന്. ഞാനവിടെ 2 മണിക്കൂറോളം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ദർശിച്ചിരുന്നു. അപ്പോ സംസാരിച്ചിരുന്നു. അവിടുത്തെ ഡോക്ടേഴ്സും പറഞ്ഞത് നിങ്ങൾ സിനിമയെ പറ്റി സംസാരിക്കുമെന്നാണ്. കാരണം സിനിമയാണ് അദ്ദേഹത്തിന് മറ്റെല്ലാത്തിനേക്കാളും ജീവനം മരുന്നും. അപ്പൊ ഞാൻ അവസാനം പോരുമ്പോ തന്നെ പറഞ്ഞത് എന്റെ അടുത്ത സിനിമയ്ക്ക് 35 ദിവസത്തെ ഡേറ്റ് ജഗതി തരണം. അപ്പോ സാധാരണ ഒരു സിനിമ മുൻപിൽ വന്നാൽ അത് വലിപ്പച്ചെറുപ്പമില്ലാതെ ചാടി വീണ് ചെയ്ത് സഹായിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 35 ദിവസം ഒരു ക്ലാഷും ഇല്ലാതെ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞപ്പോ പുള്ളി തിരിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്ന് പറയൂ. അപ്പൊ ഡോക്ടേഴ്സും പറഞ്ഞു യെസ് എന്ന് പറയൂ. അപ്പൊ അവര് കൊടുക്കുന്ന ഒരു ഒന്നെങ്കിൽ ഒരു വൈദ്യ പരിശീലനം കൂടിയാണ് സിനിമ എന്തോ. അപ്പോൾ ജഗതി ശ്രീകുമാർ മടങ്ങിയെത്തുമ്പോൾ ആദ്യം അഭിനയിക്കുന്നത് സത്യൻ അന്തിക്കാടിന്റെ സിനിമയിലായിരിക്കും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. ജഗതി ശ്രീകുമാർ തിരിച്ചു വരണം. അത് പ്രധാനമായിട്ടും നമ്മൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും നിറഞ്ഞാടുന്നവരെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അവർ പെട്ടെന്ന് മാഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് മാറി നിൽക്കുമ്പോൾ അവരുടെ ഒരു മിസ്സിംഗ് നമുക്ക് വല്ലാതെ ഇപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. ജഗതി ശ്രീകുമാറിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഇതൊന്നും പോരാ. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ നമ്മുടെ അംഗീകരിക്കപ്പെടുന്ന അവാർഡുകൾ, പത്മശ്രീ പോലുള്ള വലിയ വലിയ അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി വരണം. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അദ്ദേഹം മാറി നിൽക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു എല്ലാ അംഗീകാരങ്ങളിലും കൂടി എല്ലാ ആരോഗ്യത്തോടും കൂടി അദ്ദേഹം തിരിച്ചു വരട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.